നമസ്തേ. കാളസർപ്പദോഷം അഥവാ കാലസർപ്പദോഷം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള രാഹുകേതു ദോഷത്തെക്കുറിച്ച് പലർക്കും അറിവുണ്ടാകും. ഒരു ജാതകത്തിൽ പലവിധ യോഗങ്ങൾ ഉള്ളതായിട്ട് എഴുതിയിട്ടുണ്ടാകും. പക്ഷേ അവ അനുഭവത്തിൽ വരാതെ ഇരിക്കുന്ന അവസ്ഥ വളരെ കുറച്ച് പേർക്ക് കണ്ടിട്ടുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായി കാളസർപ്പദോഷത്തിനെ പരിഗണിക്കാം. ഒരാൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൊണ്ട് കാളസർപ്പദോഷത്തെ കാളസർപ്പയോഗമാക്കി മാറ്റാനും കഴിയും. ഇനി ഈ ദോഷമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് തീരുമാനിക്കാൻ കഴിയുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഉഴറുന്ന അവസ്ഥ ഉണ്ടാകുക, കുട്ടികൾക്ക് പഠനത്തിന് കഴിവ് കുറഞ്ഞു പോവുക, കുറച്ചുകൂടി മുതിർന്നവർക്ക് പഠനം പൂർത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുക, പഠനത്തിന് അനുസരിച്ച് തന്നെയുള്ള ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, പലവിധ ജോലികൾ മാറി മാറി ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടാകുക, അതിൽ തന്നെ ഒന്നിലും ഉറച്ചു നിൽക്കാൻ സാധിക്കാതെ വരിക, വിവാഹത്തിന് കാലതാമസം ഉണ്ടാകുക, സന്താന ഭാഗ്യത്തിന് കാലതാമസം ഉണ്ടാകുക, ദാമ്പത്യ ദുഃഖം അനുഭവിക്കുക, ധനം കൈവശം നിലനിൽക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇവയൊക്കെ അനുഭവിക്കും. കൂടാതെ ബന്ധനസ്ഥനായ ഒരു അവസ്ഥയുണ്ടാകും. ഇവയൊക്കെ കാളസർപ്പദോഷത്തിൻ്റെ പ്രശ്നമായിട്ട് പരിഗണിക്കാവുന്നതാണ്. ബന്ധനസ്ഥനാക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കാരാഗ്രഹവാസം മാത്രമല്ല. ഒരു തൊഴിലിന് വേണ്ടി ഒരു സ്ഥലത്ത് ചെന്ന് അകപ്പെട്ടു പോവുക, ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ ചിലപ്പോൾ അവിടെ കുറഞ്ഞ പ്രതിഫലത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരിക, മറ്റൊരു നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കുറവായ അവസ്ഥ ഉണ്ടാകുക, വിവാഹശേഷവും ഭാര്യയോ ഭർത്താവോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുക, ചിലപ്പോൾ ചിലരുടെ വശീകരണത്തിൽ ചെന്ന് പെടുക, ചുരുക്കി പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം അനുഭവിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇവയൊക്കെ കാരാഗ്രഹവാദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. സർപ്പദോഷവും കാളസർപ്പദോഷവും രണ്ടും രണ്ടാണെങ്കിൽ കൂടി ഇതിൻ്റെ ഫലങ്ങൾ ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് സ്വന്തം ജാതകം സ്വയം വിശകലനം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അതിന് ഇനി പറയുന്ന രീതിയിലുള്ള ഗ്രഹനിലയാണോ നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളത് എന്ന് വ്യക്തമായി പരിശോധിച്ച് നോക്കുക. പന്ത്രണ്ട് തരത്തിലുള്ള കാളസർപ്പദോഷമാണ് ഉള്ളതായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതിൽ ഒന്നാമതായി അനന്ത കാളസർപ്പദോഷം. ലഗ്നത്തിൽ രാഹുവും, അതായത് ഒരു ജാതകത്തിൽ ല എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഉണ്ടാകും. അവിടെ സ എന്ന അക്ഷരത്തിൽ അവിടെ രാഹു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഏഴാമത്തെ കോളത്തിൽ ശിഹി എന്നും, അതായത് ശി എന്നും എഴുതിയിട്ടുണ്ടാകും. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ര രവി, ച ചന്ദ്രൻ, കു കുജൻ, ഭു ബുധൻ, ഗു ഗുരു, ശു ശുക്രൻ, മാ മന്ദൻ എന്നീ സപ്തഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതാണ് അനന്ത കാളസർപ്പയോഗം. ഇവർ പ്രധാനമായും അനുഭവിക്കുന്ന ദുരിതങ്ങൾ ശരീരം കൊണ്ടുള്ള ക്ലേശങ്ങളാണ്. കുടുംബജീവിതത്തിലെ താളപ്പിഴകളുണ്ടാകും, മാനസിക സംഘർഷം, വിവാഹ തടസ്സം എന്നിവയാണ്. രണ്ടാമതായി ഗുളിക കാളസർപ്പ ദോഷം. ല എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ 2 സ സർപ്പനും 8 കേതുവും മറ്റ് ഗ്രഹങ്ങൾ ഇതിനിടയിലായിരിക്കും. ഇവർക്ക് നിസ്സാര കാര്യങ്ങളെ ഓർത്ത് മനപ്രയാസവും ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഉലച്ചിൽ തട്ടുകയും ചെയ്യും. പലവിധ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുക,
ധനപരമായ ക്ലേശം അനുഭവിക്കുക മുതലായവ കൂടുതലായി അനുഭവിക്കാൻ ഇടയുണ്ട്. മൂന്നാമതായി വാസുകി കാളസർപ്പ യോഗം. ലഗ്നത്തിൻ്റെ 3-ൽ രാഹുവും 9-ൽ കേതുവും സ്ഥിതി ചെയ്യുമ്പോൾ ഇതിനിടയിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുകയാണ് ഇവർക്കുണ്ടാകുന്നത്. ഇവർക്ക് ഉദ്യോഗത്തിന് തടസ്സം നേരുക, പലരിൽ നിന്നും പ്രതീക്ഷിച്ച സഹായം കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, സഹോദരങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുക, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നീതിയുക്തമായ തീരുമാനങ്ങൾ കിട്ടാൻ വൈകുക, അപവാദം കേൾക്കാൻ ഇടയാകുക, ഇവയൊക്കെയാണ് പ്രധാനമായും അനുഭവിക്കാൻ ഇടയുള്ളത്. അടുത്തതായി ശംഖപാല കാളസർപ്പ ദോഷം. ലഗ്നാൽ 4-ൽ സർപ്പനും 10-ൽ കേതുവും. ഇതിനു മധ്യേ മറ്റ് ഗ്രഹങ്ങൾ വരുന്ന അവസ്ഥ. ഇവർക്ക് സ്വന്തമായി ഭൂമി കിട്ടാനുള്ള യോഗം വരുമ്പോൾ ഉള്ള തടസ്സമുണ്ടാകും. ഇനി അത് കിട്ടുന്നതാകട്ടെ സർപ്പദോഷമുള്ള ഭൂമിയാകും, അല്ലെങ്കിൽ നാഗങ്ങൾ അധിവസിച്ചിരുന്ന ഭൂമിയുമാകും. ഉന്നത സ്ഥാനങ്ങൾ നേടാൻ സാധ്യതയുണ്ടെങ്കിലും അനാവശ്യമായ ടെൻഷൻ ഇവർക്ക് പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ പരാജയവും സുഹൃത്തുക്കളിൽ നിന്ന് പോലും ശത്രുതയും പ്രതീക്ഷിക്കാം. അഞ്ചാമതായി പത്മ കാളസർപ്പയോഗം. ലഗ്നാൽ 5-ൽ സർപ്പനും 11-ൽ കേതുവും വരികയും മറ്റ് ഗ്രഹങ്ങൾ അതിന് മധ്യത്തായി വരികയും ചെയ്യുന്ന അവസ്ഥയാണ്. പ്രധാനമായും സന്താന ദുരിതം, സന്താനഭാഗ്യത്തിന് കാലതാമസം, പല ഘട്ടങ്ങളിലും മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുക, അവനവൻ്റെ സ്വന്തം കഴിവുകളെ പുറത്തെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരിക, വിവേകശക്തിയോടുകൂടി പെരുമാറാൻ പലപ്പോഴും സാധിക്കാതെ വരിക, ഇവയാണ് ഇതിൻ്റെ ലക്ഷണം. അടുത്തതായി മഹാപത്മ കാളസർപ്പദോഷം. ലഗ്നാൽ 6-ൽ സർപ്പനും 12-ൽ കേതുവും. മറ്റ് ഗ്രഹങ്ങൾ ഇതിനിടയിൽ വന്നാൽ നിരന്തരമായ രോഗപീഠ, പല ചികിത്സകൾ മാറി മാറി ചെയ്യാനിടയാവുക, മുറിവ് ചതവുകൾ ഉണ്ടാകുക, ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുക, കടബാധ്യത ഉണ്ടാകുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അടുത്തതായി തക്ഷക കാളസർപ്പദോഷം. ലഗ്നത്തിൽ കേതുവും, അതായത് ല എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് ശിഖിയും അതിൻ്റെ 7-ൽ സർപ്പൻ എന്നും എഴുതിയിട്ടുണ്ടാകും. ഇതിനിടയിൽ മറ്റ് ഗ്രഹങ്ങൾ വരികയാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രധാനമായും ദാമ്പത്യമത്തിന് ഉലർച്ചിൽ തട്ടുകയും ചിലർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഊഹക്കച്ചവടങ്ങൾക്ക് അവർക്ക് താല്പര്യം കൂടും, ധനനഷ്ടം വരുത്തും. ഇവ തക്ഷക കാളസർപ്പയോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്തത് കാർക്കോടക കാളസർപ്പദോഷം. ലഗ്നാൽ 2-ൽ കേതുവും 8-ൽ സർപ്പനും. ഇതിനിടയിൽ മറ്റ് ഗ്രഹങ്ങൾ വരുന്ന അവസ്ഥ. സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാകുക, പല വിധത്തിൽ വഞ്ചിതനാവുക, സംഘർഷങ്ങളിൽ ചെന്ന് പെട്ടുപോവുക, പൈതൃകമായി ഉണ്ടായ സ്വത്തുക്കൾ നഷ്ടപ്പെടുക, മുൻകോപമുണ്ടാകുക, കോടതി വ്യവഹാരം, ഇവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ശംഖചൂഡ കാളസർപ്പ ദോഷം. ലഗ്നാൽ 3-ൽ കേതുവും 9-ൽ സർപ്പനും. ഇതുമൂലം ഭാഗ്യസ്ഥാനത്ത് ഉലച്ചിൽ സംഭവിക്കാൻ ഇടയുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. ഇങ്ങനെയുള്ളവർക്ക് സന്താനഭാഗ്യത്തിന് കാലതാമസവും കണ്ടുവരാറുണ്ട്. കുടുംബത്തിൽ പിതാവുമായിട്ടുള്ള അകൽച്ചയും സൂചിപ്പിക്കുന്നുണ്ട്. അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകുന്നുണ്ട്. ഇവ ശംഖചൂഡ കാളസർപ്പദോഷത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അടുത്തതായി ഘാതക കാളസർപ്പ ദോഷം. ലഗ്നാൽ 4-ൽ കേതുവും 10-ൽ രാഹുവും. ബാക്കി ഗ്രഹങ്ങൾ ഇതിനിടയിൽ വരുന്ന അവസ്ഥ. കോടതി വ്യവഹാരത്തിൽ ശിക്ഷയിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള ഘട്ടം വരെ എത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുക, പ്രശസ്തി ഉണ്ടായവർക്ക് നഷ്ടപ്പെടാനിടയാകുക എന്നിവയാണ്.
അടുത്തതായി വിഷധാര കാളസർപ്പയോഗം. 5-ൽ കേതു, 11-ൽ രാഹു. കടുത്ത മാനസിക സംഘർഷം നേടുന്നതാണ് ഇവരുടെ പ്രത്യേകത. ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലായ്മ കൂടുതലായിട്ടുണ്ടാവും. സന്താന ദുരിതത്തിന് സാധ്യതയേറെയുണ്ട്. ടെൻഷൻ ഒഴിയാൻ ബുദ്ധിമുട്ടാണ്. പൂർവികമായ ദോഷങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും ഇവർക്കുണ്ടാകുന്നു. അവസാനമായി ശേഷ കാളസർപ്പദോഷം. ലഗ്നാൽ 6-ൽ കേതു, 12-ൽ രാഹു. മറ്റ് ഗ്രഹങ്ങളെല്ലാം ഇതിനിടയിൽ വരുന്നു. രോഗശാന്തിക്കായി ഇവർ ബുദ്ധിമുട്ടും. ചികിത്സയ്ക്കായിട്ട് നല്ലൊരു സംഖ്യ ചിലവാകാനിടയുണ്ട്. കോടതി വ്യവഹാരം ഇവയൊക്കെ ഇതിൽ പ്രതീക്ഷിക്കാം. കടബാധ്യതയും ഇക്കൂട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ജാതകത്തിൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയും 12 കാളസർപ്പദോഷങ്ങൾ നിർണ്ണയിക്കാറുണ്ട്. അവ മറ്റൊരു സമയത്ത് ഏതൊക്കെയാണെന്ന് പ്രതിപാദിക്കാം. ഇനി ഇത്തരത്തിലുള്ള ദോഷം ഉള്ളവർക്ക് എങ്ങനെ അത് വന്നു ചേരുന്നു എന്നുകൂടി വിലയിരുത്താം. നമ്മുടെ സനാതന ധർമ്മത്തിൽ പൂർവജന്മ പുണ്യത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഇവ സൂചിപ്പിക്കാനായിട്ട് അതിൻ്റെ അളവുകോലായിട്ട് ഒരാളുടെ ജാതകത്തിൽ രാഹുവിനെയും കേതുവിനെയും പിന്നെ ശനിയെയും പരിഗണിക്കുന്നുണ്ട്. ഇവ ഒരാളുടെ ജാതകത്തിൽ നിൽക്കുന്ന സ്ഥാനങ്ങൾ അനുസരിച്ച് ആണ് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും കണക്കാക്കുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഒരു ജാതകത്തിൽ ഉണ്ടായാൽ ആ ജാതകത്തിൽ ഇവ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ കൂടി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ജന്മത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രമേ കാളസർപ്പദോഷത്തിൻ്റെതായിട്ടുള്ള മോശഫലങ്ങൾ അനുഭവിക്കുകയുള്ളൂ. കാളസർപ്പദോഷമുള്ളവരിലും സർപ്പദോഷമുള്ളവരിലും ചില പ്രത്യേക ഗുണങ്ങളുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാമതായി അവർ സത്യസന്ധത പുലർത്താൻ ശ്രമിക്കും. രണ്ടാമതായി ധർമ്മയുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് കാളസർപ്പദോഷം ഉള്ളവർക്കും സർപ്പദോഷമുള്ളവരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ അവരിൽ പലരുടെയും ജോലി നഷ്ടപ്പെടാൻ ഇടയായ കാരണം അവരുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് നീതിപൂർവമല്ലാത്ത പ്രവൃത്തികൾ മേലധികാരികളിൽ നിന്നും കിട്ടുമ്പോൾ അവയെ ചോദ്യം ചെയ്യപ്പെടുന്നതിൻ്റെ പേരിലായിരിക്കും അവർക്ക് ജോലി നഷ്ടപ്പെടുന്നത്. അഴിമതി കാണിക്കാൻ മേലുദ്യോഗസ്ഥരോ മറ്റുള്ളവരോ പ്രേരണ ചെലുത്തുമ്പോൾ അതിന് താല്പര്യമില്ലായ്മ കൊണ്ടും ജോലി രാജിവെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകാറില്ല.
ഇതുമൂലം ഉണ്ടാകുന്ന എന്ത് കഷ്ടനഷ്ടങ്ങളെയും ഇവർ നേരിടുക തന്നെ ചെയ്യും. ഇവർ ചിലപ്പോൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്വന്തം സൗഹൃദത്തെയും ബന്ധുക്കളെയും ഒക്കെ രസിപ്പിക്കണമെന്നൊന്നുമില്ല. ഇതുമൂലം ശത്രുത ഉണ്ടാവാനുള്ള ഇടയും ഉണ്ടാകാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാളസർപ്പദോഷം ആയുസ്സിനെ ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കാളസർപ്പദോഷം കൊണ്ട് ദുഃഖ ദുരിതം അനുഭവിക്കുന്നവർ ആണെങ്കിൽ അതിന് പരിഹാരത്തിന് ആദ്യപടിയായി ശിവഭജനമാണ് നടത്തേണ്ടത്. എല്ലാ ദേശത്തും ശിവപ്രതിഷ്ഠ ഉണ്ടായിരിക്കുമല്ലോ. അവിടെ വിവിധ തരത്തിലുള്ള പൂജകൾ അവനവൻ്റെ സൗകര്യാർത്ഥം കണ്ട് തൊഴുന്നത് വളരെ നന്നായിരിക്കും. ശിവക്ഷേത്രങ്ങൾ ആവശ്യമുള്ള പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ ശിവപഞ്ചാക്ഷരി മന്ത്രം 108 തവണ ഉരുക്കഴിക്കുന്നതും നല്ലതാണ്. രണ്ടാമതായി, സർപ്പക്കാവുകൾ ആയില്യത്തിന് ദർശനം നടത്തുക. ആഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിലാണെങ്കിൽ ഞായറാഴ്ചകളാണ് ഉത്തമം. ഇങ്ങനെയുള്ള ദിവസങ്ങൾ നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാൽ നല്ലതാണ്. കൂടാതെ ജാതകം വ്യക്തമായി പരിശോധിച്ച് ഒരാളുടെ ജാതകത്തിൽ ധനത്തിനോ വിവാഹത്തിനോ സഹായസ്ഥാനത്തോ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്കോ സന്താനഭാഗ്യത്തിനോ രോഗങ്ങൾക്കോ ജീവിത വിജയത്തിനോ അപ്രതീക്ഷിതമായ ജലപരാജയങ്ങൾ ഉണ്ടാകുകയാണെങ്കിലോ ഭാഗ്യസ്ഥാനത്തിന് കുഴപ്പമുണ്ടോ എന്നോ തൊഴിൽ മേഖല അഥവാ കർമ്മ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടോ എന്നോ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് വിലയിരുത്തി അതിനുള്ള പരിഹാരം ചെയ്യുക. ഇത് കേൾക്കുന്നവർക്ക് കാളസർപ്പദോഷം ഈശ്വരഭജനം കൊണ്ട് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നൊരു സംശയം ഉണ്ടാകും. അങ്ങനെയല്ല. വളരെ ക്ലേശിക്കാൻ താല്പര്യമുള്ളവർക്ക് അന്യദേശവാസം കൊണ്ട്, അന്യഭാഷാ പഠനം കൊണ്ട്, അന്യസംസ്കാരം സ്വായത്തമാക്കുന്നത് കൊണ്ട്, അതികഠിനമായ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ടും കാളസർപ്പദോഷത്തിൻ്റെ അഥവാ സർപ്പദോഷത്തിൻ്റെയൊക്കെ കാഠിന്യം കുറഞ്ഞതായി കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് നാട് വിട്ടു പോകുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടുകാരെയൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെ അന്യദേശത്തേക്ക് ചേക്കേറുന്ന ധാരാളം പുതിയ തലമുറയിൽപ്പെട്ടവരുണ്ട്. അവർ പഠനത്തിനായിട്ടും തൊഴിൽ സാധ്യത തേടിയും അന്യദേശത്തേക്ക് പോകുന്നുണ്ട്. ഇത്തരക്കാരുടെ എണ്ണം ഇന്ന് കൂടിക്കൂടി വരികയുമാണ്. ഇവരുടെ ജാതകത്തിൽ കാളസർപ്പദോഷത്തിൻ്റെയോ സർപ്പദോഷത്തിൻ്റെയോ ആധിക്യം ഉണ്ടായിരിക്കും. ഈ ഇത്തരത്തിലുള്ള ദോഷത്തിൻ്റെ ഒരു പ്രാക്ടിക്കൽ പരിഹാരമായിട്ട് ഞാനിതിനെ കണക്കാക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്. രാഹു കേതു ദശ അപഹാര സമയങ്ങളിലും ഗോചരാൽ കാളസർപ്പദോഷമുള്ള സമയങ്ങളിലും കാളസർപ്പ ദോഷമുള്ളവർക്ക് പ്രയാസങ്ങൾ ഏറി നിൽക്കുന്നതായി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജാതകം സ്വയം വിലയിരുത്തി നോക്കുകയോ വ്യക്തമായി പരിശോധിപ്പിച്ച് നോക്കുകയോ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടുകൂടി കാളസർപ്പദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം എന്നിവ രേഖപ്പെടുത്തുക. മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചകളിലുള്ള പൂജകളിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നും കാളസർപ്പദോഷത്തെ കാളസർപ്പ യോഗമാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.